സത്യം പറഞ്ഞ സിനിമയിൽ ആർക്കെങ്കിലും നല്ലൊരു ഇടി കൊടുക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. സോ ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്യുമ്പോഴേ കംഫർട്ട് സോണിൽ പുറത്തേക്ക് പോകുന്ന ഓഫ്കോഴ്സ് സംസാരം ഒരു കാര്യം. വേറെ എന്തൊക്കെ പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ഫാത്തിമയുടെ ക്യാരക്ടറിലേക്ക് എത്തിക്കാനും? പ്രത്യേകിച്ച് நீ இப்போ என்னம்மா சொன்ன சார்? எனக்கே தெரியாது சொன்ன. இப்போ என்ன சொன்ன? நீ என்ன ഭാഷയാണ് എനിക്ക് தெரியல சார். സോറി സാർ, இன்னொரு ടേക്ക് പോലാം. ഈ അടുത്ത കാലത്ത് സോണി ലിവില് വോളിബോളിന് ഒരു കമന്ററി ബോക്സിൽ പോയിരുന്നു ഇല്ലേ? ടു ബി ഓണസ്റ്റ് അതാണ് എൻ്റെ ഗോൾ. അല്ലെങ്കിൽ ഞാൻ അതേ സെയിം റോൾ ചെയ്ത് ലൈക്ക് ഇഫ് ഐ വാസ് ഡൂയിങ് ദ സെയിം റോൾ അഗൈൻ ആൻഡ് അഗൈൻ ആൾക്കാർക്ക് മടിയാവും. ഹലോ കല്യാണി, വെൽക്കം ബാക്ക്. ഹലോ, താങ്ക് യു. ഞാൻ ലാസ്റ്റ് കണ്ടത് ജൂലൈ 2022 റെഡി ഫോർ തല്ലുമാല റിലീസ്. ആ സമയത്താണ് നമ്മൾ കണ്ടത്. പിന്നെ ഞാൻ ലുക്കപ്പ് ചെയ്തപ്പോൾ മനസ്സിലായി താങ്കളുടെ 3 സിനിമകൾക്കും ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ 3 സിനിമകൾക്കും അവാർഡ് മേടിച്ചിട്ടുണ്ട്. ബ്രോ ഡാഡി, ഹൃദയം, തല്ലുമാല. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. താങ്ക് യു. നല്ല കാര്യമല്ലേ? Yeah, it's great. I mean, thanks a lot. കഴിഞ്ഞ വർഷം ഒരു ഡ്രീം ഇയർ ആയിരുന്നു എനിക്ക്. ഈ 3 സിനിമയ്ക്കും അഭിനയിച്ച 3 ക്യാരക്ടേഴ്സിനും ഒരുപാട് ആക്സെപ്റ്റൻസ് കിട്ടി. ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ലൈക്ക് ശരിക്കും നിത്യ എന്നും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ലൈക്ക് ഷീ ലിറ്ററലി വൺ ഹാർട്ട്സ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് അന്നയാണ് കൂടുതൽ ലൈക്ക് റിലേറ്റബിൾ ആയ ക്യാരക്ടർ. സോ കുറെ പേര് അന്നയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് there's വിപാത്തു. അതെ, വിപാത്തു ഇങ്ങനെ ഒരു ലൈക്ക് ഓൾമോസ്റ്റ് ഐക്കോണിക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഓൾമോസ്റ്റ് ഐക്കോണിക് ക്യാരക്ടർ ആവുന്ന ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ലൈക്ക് ചേച്ചിക്ക് അറിയാം, ഐ ടോൾഡ് യു ഹൗ മച്ച് ഐ സ്ട്രഗിൾഡ് വിത്ത് ഹർ. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൽ ഫോർ ദ ലവ് ദാറ്റ് ഹാസ് കം. അത് കഴിഞ്ഞ് ഇതാ വരുന്നു ഫാത്തിമ ഇൻ ആക്ഷൻ. ഓൾസോ ഐ ഹാവ് ടു സേ ഡിസ്ക്ലെയിമർ, ഇതുപോലെ ഒരു വർഷം ഇനി എനിക്ക് വരുമോ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഹാസ് കം ആൻഡ് ഐ എം എക്സൈറ്റഡ് ഫോർ ദ ഫ്യൂച്ചർ. ആദ്യമായിട്ടല്ലേ ഒരു ടൈറ്റിൽ റോളിൽ അഭിനയിക്കുന്നത്, ഇൻ ആൻഡ് ആസ് കല്യാണി, ഇൻ ആൻഡ് ആസ് ഫാത്തിമ. അതിന്റെ ഫീലിംഗ് എന്താ അതിങ്ങനെ നമ്മള് സ്ക്രീനിൽ കാണുമ്പോൾ? ആക്ച്വലി അത് വായിക്കുന്നത് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. പക്ഷെ അതെനിക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ബിക്കോസ് അതെനിക്ക് ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. ആൻഡ് അതുമാത്രമല്ല, ഞാൻ അഭിനയിച്ചത് ഞാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെയായിരുന്നു. സോ ഒരു സീനിന്റെ ആ അറ്റൻഷനും ബേർഡനും ആക്ച്വലി അവർക്കായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സോ ഒറ്റയ്ക്കൊരു സിനിമ ഷോൾഡർ ചെയ്യാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. സോ അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ ഐ എം ലിറ്റിൽ നെർവസ്. പക്ഷെ അതിനായിട്ട് ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഓൺലി തിങ് ഇസ് ഐ ഫീൽ എന്നെ ട്രസ്റ്റ് ചെയ്ത കുറെ പേര് വന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. സോ ഐ ജസ്റ്റ് ഹോപ്പ് ഐ ഡോണ്ട് ലെറ്റ് ദം ഡൗൺ. പക്ഷേ ഈ ഫാത്തിമയും പാത്തും തമ്മിൽ വ്യത്യാസം എന്താ? ഹൗ ഡിഫറെന്റ് ഇറ്റ് ഈസ്? ദേ ആർ പോളാർ ഓപ്പോസിറ്റ്സ്. ലൈക്ക് പോളാർ ഓപ്പോസിറ്റ്സ് എന്ന് വെച്ചാൽ നെയിം സെയിം ആയിരിക്കും, പക്ഷെ സംസാരിക്കുന്ന രീതി, അവരുടെ ക്ലോതിങ് ആയിക്കോട്ടെ, അവരുടെ റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, എല്ലാം പോളാർ ഓപ്പോസിറ്റ്സ് ആണ്. സോ ഐ ഹോപ്പ് ദാറ്റ് കംസ് അക്രോസ് ഇൻ ദ ഫിലിം. ഈ ഫാത്തിമയിലേക്ക് എത്താനുള്ള ഡിസിഷൻ എന്തായിരുന്നു? സോ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, മനസ്സിലായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ബട്ട് ആസ് എൻ ആക്ടർ എല്ലാ സിനിമയിലും ഞാൻ എൻ്റെ കംഫർട്ട് സോണും ബൗണ്ടറീസും പുഷ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ തല്ലുമാലയിൽ ഐ റിയലി പുഷ് മൈ ലൈക്ക് പേഴ്സണാലിറ്റി ടു എൻ എക്സ്ട്രീം. ആൻഡ് ഇതില് എനിക്കറിയാം ലാംഗ്വേജ് ആണ് കീ ഫാക്ടർ. മലയാളം പഠിക്കണം. അതെ, മലയാളം എന്നെ മലയാളത്തിൽ ഫ്ലുവൻ്റ് അല്ലാന്ന് എല്ലാവർക്കും അറിയാം. ആൻഡ് ഓഫ് കോഴ്സ് തലമാലയുടെ ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ട് ഈ സ്ക്രിപ്റ്റ് കേട്ട എല്ലാവരും എൻ്റെ ഡയറക്ടറിനോട് ആദ്യം ചോദിച്ച ചോദ്യം, കല്യാണി തന്നെ ഇതിന് വേണമെന്നാണോ, ഉറപ്പാണോ, അറ്റ്ലീസ്റ്റ് വേറെ ആരെങ്കിലും കൊണ്ട് ഡബ് ചെയ്തൂടെ എന്നാണ്. സോ ലൈക്ക് ഭാഷ എനിക്കൊരു എന്താ പറയാ ബാലി കേറ മലയാണ്, സ്ട്രോങ് പോയിന്റ് അല്ല. സോ ഐ തോട്ട് ഇറ്റ് വാസ് ടൈം അതിൽ പുഷ് ചെയ്യാൻ. ഐ തോട്ട് ഇറ്റ് വാസ് ടൈം ഫോർ മീ ടു ട്രൈ പുഷിങ് ഇൻ ദാറ്റ്. സ്വയം ഡബ് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ ലൈക്ക് അതെ, അതാണ് തല്ലുമാലയുടെ സമയത്ത് വെച്ചെങ്കിൽ ഇനിയും പോരാ, കുറച്ചും കൂടിയും ജാട വേണം, കുറച്ചും കൂടിയും ജാട വേണം എന്ന് പറഞ്ഞ് അഭിനയിപ്പിച്ചോണ്ടെന്ന് പറഞ്ഞു. ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്യുമ്പോഴേ കംഫർട്ട് സോണിൽ പുറത്തേക്ക് പോകുന്ന ഓഫ് കോഴ്സ് സംസാരം ഒരു കാര്യം. വേറെ എന്തൊക്കെ പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ഫാത്തിമയുടെ ക്യാരക്ടറിലേക്ക് എത്തിക്കാൻ? പ്രത്യേകിച്ച് ഞാൻ അന്വേഷിക്കുകയായിരുന്നു, ഈ മലയാള സ്ത്രീകൾ കമൻറ്റേറ്റേഴ്സ് വളരെ കുറവാണ് ഫുട്ബോളിൽ, ഇല്ല എന്ന് തന്നെ പറയാം. ISL മാച്ചിലൊക്കെ ഞാൻ നോക്കുമായിരുന്നു. ഈവൻ ചില പുറത്തൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ വളരെ കുറവാണ്. ക്രിക്കറ്റിൽ പിന്നെ ഉണ്ട്. അപ്പോൾ റെഫറൻസ് എന്തായിരുന്നു?
സോ ബേസിക്കലി ഈ ക്യാരക്ടർ ഓത്തന്റിക് ആയിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ ഞാൻ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. ലൈക്ക് യു സെഡ്, വൺ വാസ് ഭാഷ. ബട്ട് ആദ്യം ഈ ക്യാരക്ടർ, ഈ പാത്തു ഒരു എക്സെൻട്രിക് മലപ്പുറം പെൺകുട്ടിയാണ്. സോ ഞാൻ അവിടുത്തെ കുറച്ച് കുട്ടികളുമായി ലൈക്ക് സംസാരിച്ചപ്പോൾ ലൈക്ക് ദ ഫസ്റ്റ് തിങ് ഐ നോട്ടീസ് വാസ് അവരെല്ലാവരും ഫുൾ ഓഫ് എനർജിയാണ്, മിടുക്കി കുട്ടികളാണ്. ആൻഡ് എല്ലാ എമോഷൻസും അവരുടെ ഫേസിൽ കാണാൻ പറ്റും. ലൈക്ക് ഒരു 5 സെക്കൻഡിൽ 5 വേറെ വേറെ എമോഷൻസ് അങ്ങനെ മിന്നി മറയും. ആൻഡ് അവർ സംസാരിക്കുന്നത് അവരുടെ ഹാൻഡ്സും ബോഡി കൊണ്ടാണ്. സോ ഈ സിനിമ എക്സാക്ട്ലി. സോ സിനിമ കാണുന്നവർക്കൊക്കെ ഒരു മലപ്പുറം പെൺകുട്ടിയെ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി കിട്ടണം എന്നായിരുന്നു എൻ്റെ ഗോൾ. സോ ഞാൻ ശ്രമിച്ചത് അതാണ്. അതങ്ങനെ വന്നിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ സെക്കൻഡ് തിങ് ലൈക്ക് യു സെഡ് ഇസ് ഭാഷ. ഭാഷ ആക്ച്വലി ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇതിപ്പോ ഹൃദയത്തിനും തല്ലുമാലയിലും മുഴുവൻ സിനിമയിലും ഉള്ളതിനേക്കാൾ ഡയലോഗ്സ് എനിക്ക് ഈ സിനിമയിൽ ഒരു സീനിൽ മാത്രം. മലയാളം അങ്ങനെ അരച്ചിക്കലക്ക് കുടിച്ചു മലയാളം. സോ അങ്ങനെ മലയാളം അങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത എനിക്ക് അതൊരു ചാലഞ്ച് ആയിരുന്നു. ബട്ട് ലൈക്ക് ഐ സെഡ്, എനിക്ക് ഈ സിനിമയിൽ ഞാൻ തന്നെ സ്വയം ഡബ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ആൻഡ് എന്നെ ട്രസ്റ്റ് ചെയ്തത് എൻ്റെ ഡയറക്ടറാണ്. പക്ഷെ കുറെ ഹെൽപ്പും കിട്ടി. ഫോർ എക്സാമ്പിൾ, ഞാൻ സുരഭി ചേച്ചിനെ വിളിച്ചു, സുരഭി ലക്ഷ്മി. സുരഭി ചേച്ചി വന്നിരുന്ന് എന്റെ കൂടെ ഇരുന്ന് ഡബ് ചെയ്യാൻ സഹായിച്ചു. ദാറ്റ് വാസ് സോ സ്വീറ്റ് ഓഫ് ഹർ. ഷീ ഹാഡ് നത്തിങ് ടു ഗെയിൻ. ഈ പടത്തിൽ ഷീ ഹാസ് 0 അസോസിയേഷൻ. സോ അങ്ങനെ ക്ഷമയോടെ എന്നെ ഹെൽപ്പ് ചെയ്തവർ കുറെ പേരുണ്ട്. സുരഭി എനിക്ക് അപ്പോഴേ ചിരി വരും. എന്താ പറയുക, ഫുൾ ഓഫ് എനർജി. ഈ പറയുന്ന മലപ്പുറം കൃത്യമായിട്ട് സുരഭിയിലുണ്ട്. എന്തൊക്കെയായിരുന്നു പഠിപ്പിച്ചത്? ലൈക്ക് സ്മോൾ തിങ്സ്, യുനോ. എനിക്ക് റായും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം ഇസ് ഓൾസോ ഡിഫിക്കൽട്ട് വേർഡ് ഫോർ മീ. സോ അങ്ങനെ ഇരുന്ന് ഇത് അങ്ങനെയല്ല പറയാ, ഇത് ഇങ്ങനെ നീട്ടി പറഞ്ഞ വേറെ സ്ലാങ് ആവും, വേറെ റീജിയൻ ആവും. അതൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു. സോ അതൊക്കെ പഠിച്ചിട്ടില്ലല്ലോ. അതെ, പക്ഷെ അത് പഠിപ്പിച്ചു തന്നത് സുരഭി ചേച്ചിയാണ്. ഈ അടുത്ത കാലത്ത് സോണി ലീവില് വോളിബോളിന് ഒരു കമന്ററി ബോക്സിൽ പോയിരുന്നു അല്ലേ? അത് സത്യമായിട്ട് പറഞ്ഞാൽ അതിന്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് ആക്ച്വലി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വോളിബോൾ മാച്ച് ഞാൻ പോയപ്പോ അവരെനിക്ക് കമന്ററി ബോക്സിൽ ലൈക്ക് കയറാനുള്ള ഒരു അവസരം തന്നു. ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ് ബിക്കോസ് അതിന്റെ ഒരു ഫീൽ എനിക്ക് ലൈക്ക് അടുത്തുനിന്ന് കിട്ടി. ശരിക്കുള്ള കമന്റേറ്റേഴ്സ് സംസാരിക്കുന്നത്, അവരുടെ മാനറിസംസ്, അതൊക്കെ ലൈക്ക് നോക്കി കാണാൻ പറ്റി. ആൻഡ് ലൈക്ക് ഈവൻ സ്മോൾ തിങ്സ്, അവർ മൈക്ക് പിടിക്കുന്ന രീതി, അവരുടെ സൗണ്ട് മോഡുലേറ്റ് ചെയ്യുന്നത്, അവരുടെ തോട്ട് പ്രോസസ്, അതൊക്കെ. ആൻഡ് ഓൾസോ ലൈക്ക് യു സെഡ്, എനിക്ക് കമന്ററി ലൈവായിട്ട് പറയാനൊരു ചാൻസും കിട്ടി. ആൻഡ് ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു, റീലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ലൈക്ക് നമ്മൾ ലൈവ് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കേൾക്കാൻ പറ്റും. ലൈക്ക് ഇറ്റ്സ് വെരി സ്കേറി. ഐ മീൻ റീടേക്സ് ഒന്നും ഇല്ലല്ലോ. സോ ആ സേഫ്റ്റി നെറ്റ് ഒന്നും ഇല്ല. ആൻഡ് ലൈക്ക് ഈവൻ സ്മോൾ ഡിഫറൻസസ്. ഇൻഫാക്ട് നമ്മൾ ലൈവായിട്ട് റിയൽ ലൈഫിൽ കമന്ററി പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മൈക്ക് അവര് ഇവിടെ ചുണ്ടിന്റെ അടുത്ത് വെച്ചിട്ടാണ് സംസാരിക്കുക. അത് ടെക്നിക്കൽ റീസൺസ്. അത് സൗണ്ട് റിവേർബും അതൊക്കെ കട്ട് ചെയ്യാനാണ് അവർ ഇവിടെ വെച്ച് സംസാരിക്കുക. പക്ഷെ അത് ചെയ്ത ഫേസ് കാണില്ല. സോ ഫേസ് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മൈക്ക് താഴ്ത്തി പിടിച്ചാ സംസാരിച്ചത്. സോ അങ്ങനത്തെ കുറെ വ്യത്യാസം. അതിൽ തന്നെ ലൈവില് മിസ്റ്റേക്സ് ഇല്ല. അതെ, പക്ഷെ നമ്മുടെ ആ ഓവറോൾ എക്സൈറ്റ്മെന്റ് ചക്കെന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ റീൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഷൂട്ട് ചെയ്യാനുള്ള ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട്. പക്ഷെ അതേ എക്സൈറ്റ്മെന്റ് എങ്ങനെ കൊണ്ടുവരും? അത് എന്ത് പറഞ്ഞാലും ഒരു സ്റ്റേഡിയത്തിലെ ലൈക്ക് എനർജി ലൈക്ക് ഇമാജിൻ ചെയ്ത് പെർഫോം ചെയ്യാൻ ഒബ്വിയസ്ലി കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതാണല്ലോ ആക്ടേഴ്സ് ചെയ്യേണ്ടത്. ലൈക്ക് ദാറ്റ് ഈസ് ലിറ്ററലി ആ ജോബ്, ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ആ ജോബ്. സോ കുറെ കാര്യങ്ങൾ നമ്മളെ ഹലൂസിനേറ്റ് ചെയ്യും. ആ സ്റ്റേഡിയത്തിന്റെ ആരവം ലൈക്ക് ഇമാജിൻ ചെയ്യും. പിന്നെ അതെ, അത് ഇമാജിൻ ചെയ്തിട്ട് അത് നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെയും നമ്മുടെ എന്താ പറയാ, നമ്മുടെ വോയിസിലൂടെയും കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. ഐ മീൻ ദർ ഈസ് നോ ട്രിക്സ് ടു ഇറ്റ്. ഈ സിനിമയിലും എന്തെങ്കിലും സ്പെസിഫിക്കലി ഒരു മൊമെന്റോ അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ആയിട്ടൊരു ഒരു ഈ പ്രോജക്റ്റിൽ മനസ്സിൽ വരുന്നുണ്ടോ? ആസ് എ സ്ലാങ് ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ഒരു മൊമെന്റ്
ആയിട്ടില്ല, ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷെ സംതിങ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ, ഈ പടത്തിൽ എനിക്കൊരു ഇക്കാക്ക ഉണ്ട്. ഓക്കെ, ആൻഡ് അനീഷ് ജി മേനൻ ആണ് എന്റെ ബ്രദറായിട്ട് അഭിനയിച്ചത്. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് ഐ ടോൾഡ് യു, ഒരു ഇന്റർവ്യൂവിൽ ഞാനും പറഞ്ഞിട്ടുണ്ട് ഐ ഓൾവേസ് വാണ്ടഡ് എ ബിഗ് ബ്രദർ. സോ അത് എനിക്ക് ഇതിൽ കിട്ടി. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ബിക്കോസ് ആ എല്ലാ ബ്രദർ സിസ്റ്റർ സീൻസും നമ്മൾ എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്തത്. ഇറ്റ് വാസ് റിയലി നൈസ്. ഇറ്റ് വാസ് ഐ ലവ്ഡ് ഇറ്റ്. ആൻഡ് ഇപ്പോഴും ഞാൻ അവരെ ലൈക്ക് കാക്കു എന്നാണ് വിളിക്കുന്നത്. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ദാറ്റ്സ് എ മൊമെന്റ് ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ. ഇതിൽ തന്നെ കമന്ററി കഴിഞ്ഞു, അതിലൊരു ഭാഷയുണ്ട്. പക്ഷെ പിന്നെ ആസ് എൻ ആക്ടറായിട്ട് ഈ പെൺകുട്ടിയുടെ അഭിനയിക്കുമ്പോൾ ഈ ഭാഷയിൽ വ്യത്യാസം തോന്നാറോ? അതിലൊരു വേറെ തരത്തിൽ സംസാരിക്കുമ്പോൾ ഇതിലൊരു ഡിഫറെന്റ് ആയിട്ടുണ്ടാവണം. അത് ഇൻഫാക്ട് ഇറ്റ് വാസ് ഫൺ. ബുദ്ധിമുട്ടല്ലായിരുന്നു, ഇറ്റ് വാസ് മോർ ഫൺ. ബിക്കോസ് ഒന്ന് വന്നിട്ട് കുറച്ച് എക്സെൻട്രിക് ആയിട്ട് അവര് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, യുനോ, അതൊക്കെ ഉണ്ട്. സോ that was a lot of fun. And obviously the real girl was a little bit more difficult, but challenging and fun at the same time. കാര്യം പറഞ്ഞപ്പോ എപ്പോഴും മലബാർ ക്യാരക്ടേഴ്സ് ആണ് ലാസ്റ്റ് ടു അറ്റ് ലീസ്റ്റ്, അല്ലേ? ശരിയാ, സെയിം നെയിം, എക്സാക്ട്ലി സെയിം നെയിം. അതും കൂടി, അതും പിന്നെ ഇതില് അടിയാന്ന് മാത്രം. ശരി, ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ഈ കഥയാണ് ആദ്യം കേട്ടത്. സോ ആൻഡ് അപ്പൊ തന്നെ ആ പേര് നമ്മുടെ മനസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ തല്ലുമാലയുടെ ഇന്റർവ്യൂ സമയത്ത് ഐ ഹേർഡ് എ ക്യൂട്ട് സ്റ്റോറി എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. അത് അങ്ങനെ വരട്ടെ. ആസ് എൻ ആക്ടർ ഒരുപാട് ഇമോഷൻസ് കൂടെ നമ്മൾ പാസ് ചെയ്യണം. അങ്ങനെ ചില ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചാലഞ്ചിങ് ആവും, ചിലപ്പോൾ ഫിസിക്കലി ഓർ മെന്റലി. ഫാത്തിമ അങ്ങനെയായിരുന്നു. ഇസ് ഇറ്റ് ഫിസിക്കലി ചാലഞ്ചിങ് ഓർ ഇമോഷണലി എന്തായിരുന്നു? സോ ഇതുവരെ ഐ വുഡ് സേ ഫാത്തിമ ഇസ് ദ മോസ്റ്റ് ഇമോഷണലി ചാലഞ്ചിങ് അല്ല, ലൈക്ക് സ്കിൽഫുള്ളി ചാലഞ്ചിങ് എന്ന് പറയാം. ബിക്കോസ് ഐ ടോൾഡ് യു, ഭാഷ എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് അല്ല. ഇമോഷണലി ചാലഞ്ചിങ് മോസ്റ്റ് ഇസ് ആക്ച്വലി ബീപാത്തു. അത് ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു, അടി കൊടുത്തിട്ടും അടി വാങ്ങിയിട്ടും. പിന്നെ ഫിസിക്കലി ചാലഞ്ചിങ് മോസ്റ്റ് ഏതായിരുന്നു വെച്ചാൽ ഇറ്റ് വിൽ ബി ആന്റണി. ബിക്കോസ് ബോക്സർ തല്ലുന്നൊരു ഒരു മോചനല്ലേ അല്ലേ? See, I have not had a chance to hit anybody, so actually yeah, we'll get to that after. Okay, പബ്ലിക്കിന്റെ ഒരു ഐയിൽ നിൽക്കുമ്പോൾ ഏത് സമയം ലൈക്ക് പേഴ്സണാലിറ്റി സെലിബ്രിറ്റി എന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ എപ്പോഴും ഈ യു ഹാവ് ടു ബി ട്രൂ ടു യുവർ സെൽഫ് അല്ലേ? എപ്പോഴും ഗ്രൗണ്ടഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു റിയൽ ആയിട്ടുള്ള റിയൽ സെൽഫ് കല്യാണി മാനേജ് ചെയ്തും ഇമേജ് മെയിൻറ്റെയിൻ ചെയ്തും കൊണ്ടുപോകണം. ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ്? സി, ക്രിറ്റിസിസംസ് ഒക്കെ വരും, ബട്ട് അച്ഛൻ കേൾക്കുന്ന ഒരു പാട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ രാത്രി അച്ഛൻ ആ റെക്കോർഡിൽ പ്ലേ ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്, കിഷോർ കുമാറിന്റെ കുച്ച് തോ ലോഗ് കഹേംഗെ. ഹാവ് യു ഹേർഡ് ഓഫ് ഇറ്റ്? യാ യാ, ലോഗോं को बात है, लोगों को कुछ तो लोग कहेंगे, लोगों का काम है कहना. So like it's one of those things, നമ്മുടെ ചില കാര്യങ്ങൾ തലയിൽ ലൈക്ക് അങ്ങനെ പിടിക്കുമ്പോൾ ഇറ്റ്സ് എ സോങ് ദാറ്റ് ഐ ലിസൺ ടു. ആൻഡ് ഇറ്റ് ജസ്റ്റ് റിമൈൻഡ്സ് മീ we just have to be true to ourselves. ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. You can't always make people happy, but it's important to not lose yourself. അതെ, but when it doesn't affect you at all, ഒരു സമയമുണ്ടോ to come out പാട്ട് ഇട്ടാ മതി, എല്ലാം പോകും. അങ്ങനെ I love that song. If you listen to it, no, you will realize you don't have control. even the visuals. ഞാൻ വിഷ്വൽസ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ആ റെക്കോർഡർ പ്ലേ ചെയ്തിട്ടാണ് ഞാൻ കേട്ടത്. അച്ഛൻ വിഷ്വൽസിലേക്ക് രണ്ടുപേരും ഒരു വീട്ടിലാണ്. ഐ തിങ്ക് സുനിൽ ദത്ത്, ആൻഡ് ദർ ഇസ് എ വാതിലോ ഒരു ജനലോ ഒരു ഡോറോ ഉണ്ട് അതിന്റെ ബാക്കിൽ നിന്ന്. ഈ വെള്ളിയാഴ്ചകളിൽ ചിത്രഹാരം ദൂരദർശനിൽ ഒരു സാധനം വരാറുണ്ട്. അപ്പ കിടക്കുന്ന പാട്ടത്. കുട്ടീനെ ജനിച്ചിട്ടില്ല, 5 കൊല്ലമല്ലേ ഇപ്പൊ ഇൻഡസ്ട്രി വന്നിട്ട്. ഇപ്പൊ ഒരു യങ്ങർ സെൽഫിന് ഒരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ എന്തായിട്ടുണ്ടാവണം? സോ രാജുവേട്ടൻ എനിക്കൊരു ബ്രോഡാഡി ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു അഡ്വൈസ് തന്നു. അഡ്വൈസ് അല്ല, ഒരു ഡയറക്ഷനാണ് തന്നത്. ഡോണ്ട് ബി പ്രിറ്റി. അത് I wish I heard that when I wish I heard that when I was younger, because initially when I came, like, we're all concerned with how we present ourselves, and sometimes emotions will be the truest of emotions don't look pretty. And so Rajan told me, he said, don't be pretty, like worry about the emotion, and as if you forget about being pretty, everything else will be fine. So I wish I knew that earlier. That's a very nice one. അത് സത്യം പറഞ്ഞാൽ ഈ പ്രിട്ടി എന്ന് പറയുന്നത് ഇത് ഒരു ഗുഡ് ലുക്സ് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം. We are always concerned about how we present ourselves, because it's in front of the camera. എല്ലാരും ക്രിട്ടിസൈസ് ചെയ്യും, അതൊക്കെ it's always there. But if you want to be a better actor, then I realized shouldn't be pretty.
ശേഷം മൈക്കിൾ ഫാത്തിമയ്ക്ക് ശേഷം വർഷങ്ങൾക്കു ശേഷം അയ്യോ കറക്റ്റ് പഴയ തറവാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഫീലിംഗ് ആയിരിക്കും വിത്ത് പ്രണവ് മോഹൻലാൽ ആൻഡ് യുവർ ഓൾഡ് ടീം. അല്ല, ഒരു ജോക്ക് ഉണ്ട്, ഞാൻ മെറിലാൻഡ് കമ്പനി ആർട്ടിസ്റ്റ് ആയെന്നാണ് ആ ജോക്ക്. എവറിത്തിങ് ഇസ് ലിറ്ററലി നമ്മളെല്ലാരും മെറിലാൻഡ് കമ്പനി ആർട്ടിസ്റ്റ് ആയി. ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ബാക്ക് ടു ഫാമിലി. തറവാട്, എക്സാക്ട്ലി ദ വേർഡ് യു യൂസ്ഡ്. അതാണ് ഫീലിംഗ്. എന്തെങ്കിലും ആ സിനിമയെ കുറിച്ച് പറയാൻ പറ്റുമോ? ഷൂട്ടിംഗ് തുടങ്ങാറായോ? തുടങ്ങാറായി. വാട്ട് ഈസ് യുവർ ക്യാരക്ടർ? പറയാൻ പറ്റില്ല, ബട്ട് ഐ കൻ സേ ഇറ്റ്സ് എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ ആണ്. ആൻഡ് സോ ഡിഡ് യു സ്പീക്ക് ടു പ്രണവ് ഓഫ് ദിസ്? ലുക്ക് ടെസ്റ്റ് എപ്പോഴാണ് ഞാൻ മെസ്സേജ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കേട്ടില്ല. ഉണ്ടായിരുന്നില്ല, തിരിച്ചെത്തിയോ? എവിടേക്ക് പോയിക്കിരുന്നു സൂചി? ഓക്കെ. വൺ ടൈറ്റിൽ ഫിലിം വിച്ച് ഇസ് ഫാത്തിമ, ടു അനദർ ടൈറ്റിൽ ഫിലിം ആന്റണി. അത് ഇടിയുടെ റോൾ ഉണ്ടല്ലോ, തല്ല് കൂടി ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. അപ്പൊ ഇതിലേക്ക് എത്തുമ്പോ എങ്ങനെയായിരുന്നു ഇത് യെസ് പറയാൻ? സത്യം പറഞ്ഞ സിനിമയിൽ ആർക്കെങ്കിലും നല്ലൊരു ഇടി കൊടുക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഞാൻ അങ്ങനെ ചാടി എടുത്തതാ. സത്യം പറഞ്ഞ RDXന്റെ സെക്കൻഡ് പാർട്ടിലെ ഫീമെയിൽ അങ്ങനെയല്ല, പക്ഷെ ഓ വാവ്, എന്നെ കണ്ടിട്ട് ഇവളെ ഒരു ഫൈറ്റർ ആക്കിയാലോ എന്ന് തോന്നുന്നത് ഐ തിങ്ക് ജോഷി സാറിന് മാത്രമേ അങ്ങനെ ഒരു തോട്ട് എക്സാക്ട്ലി. ഞാൻ ജമ്പ് ചെയ്ത് ഞാൻ ചാടി ഓക്കെന്ന് പറഞ്ഞു. വെരി നൈസ്. അതാണ് ഇങ്ങനത്തെ റോൾസ് വരാൻ. ഇത് മാത്രമല്ല, യൂഷ്വലി ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ കല്യാണി, ഡു യു വെയിറ്റ് ഫോർ ദിസ് ബെസ്റ്റ് ആൻഡ് ദ റൈറ്റ് വൺസ് ടു ഹാപ്പൻ ഓർ ഇറ്റ് ഹാപ്പൻസ്? ഇങ്ങനെ സ്ക്രിപ്റ്റഡ് അല്ലാണ്ട് അങ്ങനെ വന്ന് ഭവിക്കുന്നതാണോ? അല്ല, കുറേ വെയിറ്റ് ചെയ്യണം. എന്താ ഒരു പഴഞ്ചൊല്ലുണ്ട്, പയ്യെ തിന്നാൽ പനയും തിന്നാം. Exactly. Correct. So, I truly believe that patience is everything. ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, sometimes more than I need to. പക്ഷെ I believe patience will be rewarded. So, അതാണ്. അപ്പോൾ ഒരു സിനിമ ഇപ്പൊ ഇങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ പുറത്തു വരുന്നു, ഇനിയും വരുന്നു കാര്യം. ഇപ്പോൾ ഈ ഒരു ഫാത്തിമയും അതർവൈസ് ഈ ആന്റണിയുടെ ബോക്സർ റോളും ഒക്കെ വരുമ്പോൾ ഇമേജ് മാറുന്നുണ്ടോ? കല്യാണിയുടെ ഒരു ഇമേജ് ആൾക്കാരുടെ മാറാൻ ചാൻസ് ഉണ്ടോ? ടു ബി ഓണസ്റ്റ്, അതാണ് എൻ്റെ ഗോൾ. അല്ലെങ്കിൽ ഞാൻ അതേ സെയിം റോൾ ചെയ്ത് ലൈക്ക് ഇഫ് ഐ വാസ് ഡൂയിങ് ദ സെയിം റോൾ അഗൈൻ ആൻഡ് അഗൈൻ, ആൾക്കാർക്ക് മടിയാവും, എനിക്കും മടിയാവും. സോ ഐ വിൽ അണ്ടർസ്റ്റാൻഡ് ഇഫ് പീപ്പിൾ ഗെറ്റ് സോ ഫോർ മീ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ റോൾസ് ചൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ സ്ക്രിപ്റ്റ്സ് ചൂസ് ചെയ്യുന്നത്. സോ ചില സമയത്ത് do you miss that being a part of this ഭയങ്കര ബിഗ് ആക്ഷൻ ഒരുപാട് സൂപ്പർ കാസ്റ്റുകളുടെ ഫിലിമിന് ചിലപ്പോൾ you might be said no to it? അല്ല, I mean I've done them and I'm doing this also. എല്ലാം ചെയ്യണം, എനിക്ക് എല്ലാം ചെയ്യണം. സോ ബാലൻസ് ഉണ്ട്. നെക്സ്റ്റ് പ്രോജക്ട്സ് എന്തൊക്കെ? അടുത്ത വർഷങ്ങൾക്ക് ശേഷം അങ്ങനത്തെ ഒരു ഫിലിം അല്ലേ? അത് കറക്റ്റ്. യെസ്, എഗ്രി. അടുത്ത പ്രൊജക്ട്സ് ഏതൊക്കെയാ? തമിഴ്, അനദർ ലാംഗ്വേജസ്? സോ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അതിനെ പറ്റി പറയാം. ഒന്ന് ഇസ് ഒബ്വിയസ്ലി വർഷങ്ങൾക്ക് ശേഷം. ഓക്കെ. അതിൽ ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റെൻഡഡ് സ്പെഷ്യൽ അപ്പിയറൻസ് ആണ്. പ്രണവിന്റെ ലവ് അതൊന്നും പറയാൻ പറ്റില്ല. എന്തൊരു കഷ്ടാണ് ഈ കുട്ടി, ഒന്നും പറയില്ല. പിന്നെ അടുത്തത് ഐ മീൻ തമിഴില് JM രവി സാറിന്റെ കൂടെ ജീനി എന്ന് പറഞ്ഞിട്ടൊരു, അതൊരു ഫാന്റസി ഫിലിമാണ്. He's very interesting. Like, he has some very interesting choices. This is a very interesting film. When you are in multiple industries, you know, this is basically Kalyani as a person. How do you adapt to the എന്താ പറയാ, പുതിയൊരു സെറ്റിലേക്ക് പോകുമ്പോഴും പുതിയൊരു തറവാട്ടി പോകുമ്പോ വേണ്ട? അല്ല, ഇറ്റ്സ് ആക്ച്വലി വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഭാഷ എനിക്ക് ഒരു സ്ട്രോങ് പോയിന്റ് അല്ല. തമിഴ് ഇസ് ഫൈൻ. സോ തമിഴ് ഇസ് ഗ്രേറ്റ്. പക്ഷെ ഞാൻ ഇവിടെ നിന്നൊരു സെറ്റില് അവിടേക്ക് പോകുമ്പോ സഡൻലി എല്ലാം മാറും. ഐ തിങ്ക് ഐ റിമെമ്പർ മാനാടില് ഷൂട്ട് ചെയ്യുമ്പോ ചെറിയ എനിക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഡയലോഗാണ്. എന്തോ ഞാൻ വേറെ ആക്സിഡന്റിൽ എന്തൊക്കെയോ പറഞ്ഞു. And then Simbu sir just looked at me like, "Ma, நீ இப்போ என்னம்மா சொன்ன?" சார் எனக்கே தெரியாது சொன்ன, இப்போ என்ன சொன்ன, நீ எந்த பாஷன்னு எனக்கு தெரியல சார், சாரி சார், இன்னொரு டேக் போகலாம். സോ അങ്ങനെയായിരുന്നു. സോ അത് എപ്പോഴും നടക്കും. അതെ, എപ്പോഴും പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ ചീത്ത പറയാനൊക്കെ തോന്നുന്നു. ഒരാൾ കുറുകെ ചാടി കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ റാഷ് ആയിട്ട് ബാക്കിൽ നിന്ന് ഹോങ്ക് ചെയ്തു. അപ്പൊ ഇംഗ്ലീഷിലെ ചീത്തയാണ് വരെ തമിഴിലാണ്, ഇംഗ്ലീഷിലാണ്, എല്ലാവർക്കും ചിന്തിക്കുന്നത് ഇംഗ്ലീഷിലാണ് അങ്ങനെ വരും. അതെ, ബിക്കോസ് ചീത്ത പറഞ്ഞ് ചിന്തിക്കാതല്ലേ പറയുന്നത്. എനിക്കൊരു കാര്യം പറയാണ്ട്, ഈ കുട്ടി നേരത്തെ പറഞ്ഞു ഞാൻ ഇന്റർവ്യൂ മലയാളത്തിലേ പറയുള്ളൂ.
ആൻഡ് ദാറ്റ് ഹാസ് ബിൻ വെൽ. നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് അങ്ങനെ കുട്ടി ഇംഗ്ലീഷ് പറഞ്ഞാലും വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് യു ഹാഡ് എന്താ പറയുക ടേക്കൻ ദാറ്റ് എഫേർട്ട് ടു ടോക്ക് ഇൻ മലയാളം. അല്ല നോ ദാറ്റ്സ് വൈ ഐ ആസ്ക്ഡ് യു ഇത് സ്ലോ ആയിട്ട് നമുക്ക് ഒരു വിരോധമില്ല. ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അസലായിട്ട് മലയാളം സംസാരിച്ചു. എനിക്ക് ഏറ്റവും ഞെട്ടിയത് ബാലി കേറാ മല. അത് പറഞ്ഞു തന്നതാ. ഞാൻ ചോദിച്ചു അങ്ങനെ മലയാളത്തിൽ എങ്ങനെയാ പറയാന്ന്. സോ വെരി നൈസ്. എനിക്ക് പോലും ഇതുവരെ കേട്ട് വന്നിട്ടില്ല. ഓക്കെ, എല്ലാ ഇന്റർവ്യൂസിലും മോറലെസ് ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കും എന്ന് എനിക്കറിയാം. സോ ഞാൻ അപ്പോഴേ ചോദിച്ചതാ. അത് നിങ്ങളുടെ സിനിമയുടെ ഇതിലുണ്ട് മിനിമം മലയാളം പഠിക്കണം. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇൻസിസ്റ്റ് ചെയ്ത് അത് ടീച്ചറിൽ വെച്ചതാ. അത് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ട് അവര് ടീച്ചറിൽ വെച്ചതാ. ബിക്കോസ് ദാറ്റ്സ് ദി ഓൺലി തിങ് പീപ്പിൾ വിൽ കണക്ട് വിത്ത് മീ ആൻഡ് ഹർ. അപ്പൊ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതായിരിക്കും. അങ്ങനെ പറയല്ലേ? വർഷങ്ങൾക്ക് ശേഷമല്ല സിനിമ ബ്രാൻഡ് ചെയ്തത് ഞാൻ. അല്ല 2 ആഴ്ച കഴിഞ്ഞിട്ട് ആന്റണിയിൽ റിലീസ് ആയിരിക്കും. സോ അപ്പൊ കാണാം. സോറി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. I love you. Thank you so much.